ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് നെയ്മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കുന്ന ഈ കറി ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിലൂടെ എന്തിലൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നെയ്മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായ ശേഷം 1 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഉലുവ ഒന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുടംപുളി ചേർക്കണം. ഞാനിപ്പോൾ ചെറിയ പീസാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അതുകൊണ്ട് 5-6 പീസ് എടുത്തിട്ടുണ്ട്. വലിയ പീസാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. രണ്ട് 3 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളക് ചേർക്കുമ്പോൾ നീളം പച്ചമുളകും പിന്നെ തൊണ്ടൻ പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഈ തൊണ്ടൻ മുളക് ഏത് മീൻകറിയിൽ ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴന്നു വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. എല്ലാം ഇപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ച ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. മുളക് പൊടി ഒന്ന് മൂത്ത് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ മീൻ കറിയിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുശേഷം 2 തക്കാളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വഴന്ന് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ മീൻ കറിയിൽ ചേർക്കാനായിട്ട് ഞാൻ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് 2-ാം പാൽ ഒഴിക്കാം. ഒരു മുറി തേങ്ങ തിരുവിയിട്ട് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്തതാണ്. 2-ാം പാല് 1 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരപ്പ് തിളയ്ക്കാനായിട്ട് വെക്കാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് അരപ്പ് തിളയ്ക്കാനായിട്ട് അടച്ചു വയ്ക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ച ശേഷം മാത്രമേ മീൻ ചേർക്കാവൂ. അരപ്പ് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കിലോ നെയ്മീനാണ് കഴുകി എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് വട്ടത്തിലരിഞ്ഞതും അല്ലാതെ ചെറിയ പീസും എല്ലാം ഉണ്ട്. മീൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. പിന്നെ വീഡിയോ കണ്ട ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മീൻ ഇട്ട ശേഷം ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീൻ നന്നായിട്ട് തിളച്ച് വന്നാൽ പിന്നെ സ്പൂൺ വെച്ചിട്ട് ഇളക്കരുത്, ആദ്യം മാത്രമേ ഇളക്കാവൂ. ഇനി ഇത് അടച്ചു വെച്ച് മീൻ വേവിക്കാനായിട്ട് വെക്കാം. പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. തേങ്ങയുടെ 1-ാം പാലൊഴിച്ച് വേണം ഇത് അരച്ചെടുക്കാൻ. അതിനായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് 1-ാം പാലൊഴിച്ച് കൊടുക്കാം. 1-ാം പാലിൽ നിന്നും കുറച്ചൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കാം. ഇടയ്ക്ക് മീനൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കരുത്, ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം.
അടച്ചു വെച്ച് കുറച്ച് സമയം കൂടെ വേവിക്കാം. ഇപ്പോൾ കറിയെല്ലാം കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അണ്ടിപ്പരിപ്പ് നന്നായിട്ട് അരച്ചതും തേങ്ങയുടെ 1/4 പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കാം. മുഴുവൻ തേങ്ങാപ്പാലും ഒഴിക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ചിട്ട് തിളയ്ക്കാനായിട്ട് വെക്കണം. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് ഈ മീൻ കറിയുടെ ഒരു പരുവം. അതുവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള നെയ്മീൻ കറിയാണിത്. വളരെ ടേസ്റ്റിയാണ്. നന്നായിട്ട് ചുറ്റിച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. എണ്ണ തെളിയാനായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ കാണാൻ പറ്റാൻ നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് മീൻ കറിയുടെ പരുവം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കറി റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.